ഉപകരണങ്ങളില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചുവെന്നും ചികിത്സകൾ മുടങ്ങിയെന്നുമുള്ള യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് വീണ്ടും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് ആരോഗ്യവകുപ്പിനെ കളങ്കപ്പെടുത്താനുള്ള ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ വാദങ്ങളെ DMA തള്ളിയിരിക്കുകയാണ്. എന്നാൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഡോക്ടർ ഹാരിസ് FBയിൽ 2 പോസ്റ്റ് ഇടുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ആ 2 പോസ്റ്റ് പിൻവലിക്കുകയും പിന്നീട് മറ്റൊരു പോസ്റ്റ് ഇടുകയും ചെയ്തു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പോസ്റ്റ് പിൻവലിക്കുന്നു. താൻ തെറ്റുകാരനല്ല. പരിമിതികളാണ് തനിക്ക് ചുറ്റിലുമുള്ളത്. ചികിത്സ തേടിയെത്തുന്ന ഓരോ മനുഷ്യനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചികിത്സ നൽകാൻ താൻ ശ്രമിക്കുന്നുണ്ട്. എന്നോടൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സീനിയർ വിഭാഗം ഡോക്ടേഴ്സും ജൂനിയർ വിഭാഗം ഡോക്ടേഴ്സുമാണ് എൻ്റെ ശക്തി. ഇന്ന് വരെ വ്യക്തിപരമായി ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നട്ടൽ വളയ്ക്കാത്ത താൻ വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് പേരെ സാറെന്ന് വിളിച്ചു. ഒരുപാട് പേരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നു. ഒരുപാട് കമ്മിറ്റികൾക്ക് പോയി. പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ കുടുംബങ്ങളിലെ ഒരു പരിപാടിക്കും ഞാനിപ്പോൾ പോകാറില്ല. ടൂറിനോ ദൂരയാത്രകൾക്കോ കോൺഫറൻസിനോ ഒന്നിനും ഞാൻ പോകാറില്ല. ആശുപത്രിയിൽ ഒരു വകുപ്പ് മേധാവിക്ക് രോഗികളുടെ മേൽ അത്രമേൽ ശ്രദ്ധ വേണം. എൻ്റെ അനാസ്ഥ കൊണ്ടോ അസാന്നിധ്യം കൊണ്ടോ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന ഉത്തമ ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്. ഒരു സമയത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ വൃക്ക കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ ആംബുലൻസിൻ്റെ ഡ്രൈവർ കോറിഡോറിൽ കാത്തിരുന്ന സംഭവം നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും. ആ കറ മായ്ക്കാനും തെറ്റുകൾ തിരുത്താനും ഈ പദ്ധതി ഏറ്റെടുത്തതിന് ശേഷം അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഞാൻ പഠിച്ചു വളർന്ന ഇന്ന് ജോലി ചെയ്യുന്ന പ്രശസ്തമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. എനിക്കതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ആരോഗ്യവകുപ്പിനെതിരെയും എന്തിനേറെ സർക്കാരിനെതിരെയും ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ഡോക്ടർ കൂടിയുണ്ട്. ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാൻ. അന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഭരണകൂടം അദ്ദേഹത്തിനെതിരെ പോരാടുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കഫീൽ ഖാനെ സപ്പോർട്ട് ചെയ്തവരാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ അയാളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഷാഫി പറമ്പിൽ MP നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ, അത് മരുന്ന് പുറത്തുനിന്ന് വാങ്ങാൻ പറയുക. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ 5 MRI സ്കാനിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. ആകെ ഒരു KHRWS ഉണ്ട്. അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ട് കിട്ടുന്നുമില്ല. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നില്ല. ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവൻ്റെ മറ്റെല്ലാ ഗതികേടും മാറ്റിവെച്ച് ഇവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ അവനോടില്ലെന്നും പുറത്തു പൊയ്ക്കോളൂ എന്ന് പറയാനും മാത്രമായി തുറന്നു വച്ചിട്ടുള്ള ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെപ്പോലും അത് പതിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നഴ്സുമാരുടെ കാര്യം പറഞ്ഞു. അവിടെയുള്ള 10-200ഓളം ജൂനിയർ ഡോക്ടേഴ്സ് പടിയിറങ്ങിക്കഴിഞ്ഞു. അടുത്ത 3 മാസത്തേക്കുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ ഈ പറഞ്ഞ പോലെ പുറം കരാറാണുള്ളത്. അപ്പോൾ ആ സാധ്യതകൾ പോലും പുറംവാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിലെ ആരോഗ്യവകുപ്പ് നേരിടുകയാണ്. ഇവരെ ബാധിച്ചിരിക്കുന്നത് PR അഡിക്ഷനാണ്. മറ്റൊന്നിലും താല്പര്യമില്ലാത്ത നിലക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ജെന്യുവനായിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ടാവുകയാണ്. ഈ മരുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ ഇത് പുറത്തു നിന്നാണ് വാങ്ങേണ്ടി വരുന്നത്. ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ അത് സ്വകാര്യ ആശുപത്രിയിൽ പോയാണ് ചെയ്യേണ്ടി വരുന്നത്. ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ മെഡിക്കൽ കോളേജുകളിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടി വരുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ? അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്? അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്കിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളല്ല ഇത്. ഇതിനു മുമ്പും ഇതിനെത്രയോ തവണ ഈ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്ന്
ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MK രാഘവൻ MP-യുടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. DCCയുടെ UDFൻ്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ്. കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത്, കാലുമാറി ശസ്ത്രക്രിയ ചെയ്യുന്നത്, ICUവിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത്, എന്തെല്ലാം അബദ്ധങ്ങളാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച 2 സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത്, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഉണ്ടാവുന്നത്. എല്ലാ ദിവസവും എണ്ണി പറയാവുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. എന്നിട്ടും അതിനെയെല്ലാം ന്യായീകരിക്കുന്ന തരത്തിൽ, എല്ലാം ഓക്കെയാണെന്ന് പറയുന്ന വിധത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് UDFൻ്റെ രാഷ്ട്രീയ ആരോപണമായി ആരും കാണണ്ട. ഇത് ഇവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥയായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത വിധത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ തകർച്ചയാണ് ഡോക്ടർ ഹാരിസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വിജയത്തെ പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത വിധത്തിലാണ് ഡോക്ടർ ഹാരിസ് CPMന് വേണ്ടി ന്യായീകരിച്ചത്. P. ജയരാജൻ്റെ റെഡ് ആർമി പോലും ഗോവിന്ദമാഷിനോട് നന്ദി പറയുന്ന പോസ്റ്റിട്ടപ്പോഴും സ്വരാജിൻ്റെ പെർഫോമൻസാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന, UDFൻ്റെ കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന, വിമർശിക്കുന്ന, സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന, ഏറ്റവും മികച്ച ട്വിസ്റ്റായിട്ട് 66,000 വോട്ടിൻ്റെ സ്വരാജിൻ്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളഞ്ഞ സഖാവ്, ഒന്നുകൂടി പറഞ്ഞാൽ പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ LDFൻ്റെ പരാജയത്തെ, CPMൻ്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ FB പോസ്റ്റ്. ഇതിനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതികരണത്തിൽ നിന്നുള്ള നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിൽ, മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ആൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിൻ്റെ ഒരു ലെവലേഷൻ പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി ശ്രീ പിണറായി വിജയൻ ഭരിച്ചിട്ടെന്താണ് കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ തയ്യാറാകണം. ആ ഡോക്ടർക്ക് തോന്നിയ ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തോന്നണം. ഒരു യൂറോളജി ഹെഡിന് അവിടെ ഇരുന്നിട്ട് എന്താണ് കാര്യം, ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ, മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ? അവർക്കതൊന്നുമില്ല. അവരെ കൂടിയിരിക്കുന്ന മാറാരോഗമെന്ന് പറയുന്നത് PR അഡിക്ഷനാണ്. ഇതിവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലെയ്സണാണ്. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികളുടെ അവകാശങ്ങളെ ഹനിക്കുകയാണ്. ഗവൺമെൻറ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ PR ചെലവുകൾ വെട്ടിക്കുറച്ച് ആ പണം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നീക്കിവെക്കാൻ തയ്യാറാകണമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്.